ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യാമി ഷോർട്സ് ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ റെസിപ്പീസ് ഓണം സ്പെഷ്യൽ പിക്കിൾ റെസിപ്പീസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യാമി ഷോർട്സ് ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താ പറയട്ടെ, ഓണം സ്പെഷ്യൽ റെസിപ്പീസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ യാമി? ഓക്കെ യാമി? ഓക്കെ. ആദ്യത്തെ നമ്മുടെ റെസിപ്പി ഗ്രീൻ ആപ്പിൾ പിക്കിളാണ്. അപ്പോൾ ഗ്രീൻ ആപ്പിൾ പിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ്, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടുണ്ടല്ലോ ഫ്രഷ് ആയിട്ടുള്ള 3 ഗ്രീൻ ആപ്പിൾ ഞാൻ വാങ്ങിച്ചിരുന്നു. ഒരു ഗ്രീൻ ആപ്പിളാണ് ഞാൻ അച്ചാറിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ തോലോട് കൂടി തന്നെ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ്. ഇതിങ്ങനെ വാടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വേണ്ട പച്ചമുളകും കറിവേപ്പിലയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ വളരെ കുറച്ച് മാത്രമേ ക്വാണ്ടിറ്റി ഉണ്ടാക്കണുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ടത് ഉലുവ എടുത്തിട്ടുണ്ട്, കായം എടുത്തിട്ടുണ്ട്. കായത്തിന് പകരം കായപ്പൊടി യൂസ് ചെയ്യാവുന്നതാണ്. ഇനി പൊടികളായിട്ട് നമുക്ക് വേണ്ടത് ഉപ്പും മുളക് പൊടിയും മഞ്ഞപ്പൊടിയാണ്. ഇതിൽ മഞ്ഞപ്പൊടി കാണിക്കാൻ വിട്ടുപോയതാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട എണ്ണയും ആവശ്യത്തിന് വേണ്ട കടുകും എടുക്കാം. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുണ്ടല്ലോ ഒരു പാൻ എടുത്ത് നമുക്ക് ഗ്യാസിൽ വെക്കാം. പാൻ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് അച്ചാറിന് ആവശ്യത്തിന് വേണ്ട എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആവശ്യത്തിന് വേണ്ട കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയം നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ അതിനകത്ത് നിന്ന് കായം ഒരു ചെറിയ കട്ട മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്രയൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. ഈ ഒരു ഓണം സ്പെഷ്യലായിട്ട് ഓണത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട ഗ്രീൻ ചില്ലിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വാടി വന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പൊടികൾ അതേപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണമൊക്കെ മാറി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ സമയത്ത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ ആപ്പിളാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പൊടികളിലും ഗ്രീൻ ആപ്പിളും ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. പൊടികളും ഗ്രീൻ ആപ്പിളും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഉണ്ടല്ലോ വളരെ കുറച്ച് മാത്രം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മാത്രം വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ടുണ്ടല്ലോ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീൻ ആപ്പിൾ പിക്കിൾ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ കണ്ടില്ലേ, സൂപ്പർ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ ആപ്പിൾ പിക്കിളാണ്. മാംഗോ പിക്കിൾ ഇല്ലേ, അതിനേക്കാളും വേറൊരു ടേസ്റ്റാണ്. പക്ഷെ നല്ലൊരു പുളിയും ഒരു ചെറിയ മധുരമൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി പിക്കിൾ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഗ്രീൻ ആപ്പിൾ വെച്ച് പിക്കിൾ ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അടിപൊളി പിക്കിളാണ്, കുട്ടികളും ഇഷ്ടപ്പെടുന്ന ഒരു പിക്കിൾ റെസിപ്പിയാണ്. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് റെസിപ്പി എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ടിട്ടുള്ളത് വെള്ള നാരങ്ങ അച്ചാറാണ്. അപ്പോൾ അതും വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഇട്ടുള്ളൂ. കാര്യം ഈ നാരങ്ങ അച്ചാർ ഞാൻ മാത്രമേ ഇവിടെ കൂട്ടാറുള്ളൂ കേട്ടോ. ഇതിന് വേണ്ടിയിട്ടുണ്ടല്ലോ ഒരു നാരങ്ങ ഇതുപോലെ കട്ട് ചെയ്ത് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ വലിയൊരു നാരങ്ങയാണ് എടുത്തത്. ചെറിയ നാരങ്ങ കിട്ടിയില്ല, അതുകൊണ്ടാണ് ഈ ഒരു വലിയ നാരങ്ങ എടുത്തത്. ഇതിന് വേണ്ടല്ലോ ഉപ്പൊക്കെ തേച്ച് ഒരു 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടുണ്ടല്ലോ ഒരു പാൻ എടുത്ത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അച്ചാറിന് ആവശ്യത്തിന് വേണ്ട എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കുക. അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അച്ചാറിന് ആവശ്യത്തിന് വേണ്ട ഉലുവ അല്ലെങ്കിൽ ഉലുവപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഉലുവപ്പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഉലുവ ഇട്ട് കൊടുത്തത്. അതൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തിലോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നാരങ്ങ ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ ഒരു വലിയ നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. നാരങ്ങയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് ആവശ്യത്തിന് വേണ്ട മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അച്ചാറിന് ആവശ്യത്തിന് വേണ്ട മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ നമുക്ക് നേരത്തെ ഉപ്പിട്ട് വെച്ച കൂട്ടത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഒരു 3 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അടപ്പ് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ നാരങ്ങ അച്ചാർ എണ്ണയൊക്കെ ഇറങ്ങി നല്ലതായിട്ടൊന്ന് സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ടാവും. ഈ ഒരു സമയത്ത് ഞാൻ ഇത്രയും ബ്രൗൺ ഷുഗർ ആണ് ഇട്ട് കൊടുത്തത്. ഒരു ചെറിയ മധുരത്തിന് വേണ്ടി ഈ ഒരു സമയത്ത് തന്നെ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മുടെ വെള്ള നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു നാരങ്ങ അച്ചാറാണ്. ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു ഓണം റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഓണം സ്പെഷ്യൽ പിക്കിൾ റെസിപ്പീസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മറ്റൊരു ഓണം റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Till then, bye bye.